ഗീതാഞ്ജലിയുടെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടു മനസ്സിലാക്കുക ഇവിടുത്തെ ആവേശം. ആർട്ടിസ്റ്റുകൾ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ഇത്രയും നേരം അവരുടെ ഓഫീസ് ഡ്യൂട്ടീസ് കഴിഞ്ഞ് അവരിതാ വീണ്ടും വന്നിരുന്ന ഫുൾ ടൈം ഫോർ ദ സോങ്സ് കംപ്ലീറ്റ് അവരതിനെ ആസ്വദിച്ചുകൊണ്ടാണ് ഓരോന്നും കറക്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ദാറ്റ് ഈസ് വാട്ട് അവർ ക്യാമ്പ് ഈസ്. എവിടെ നോക്കിയാലും ഗീതാഞ്ജലിയുടെ ഒരുക്കങ്ങൾ മാത്രം. പാട്ടുകാരെക്കുറിച്ച്, പാട്ടുകളെക്കുറിച്ച്, പാട്ട് എഴുതിയവരെക്കുറിച്ച്, സംഗീതം നൽകിയവരെക്കുറിച്ച്, സിനിമയെക്കുറിച്ച്, എവിടെ ദുബായിൽ എപ്പോഴും ഗീതാഞ്ജലിയുടെ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള സംസാരം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം ഗീതാഞ്ജലിയുടെ ഒരുക്കങ്ങളുടെ ആവേശത്തെക്കുറിച്ച്. ഗീതാഞ്ജലിയുടെ ഒരുക്കങ്ങൾ എവിടെ? രാധാകൃഷ്ണൻ, ഇവിടെ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നത് ഫുൾ അടക്കം പറച്ചിലുകളും. അത് എന്താ അടക്കം പറച്ചിൽ ചോദിച്ചു കഴിഞ്ഞാൽ വെറും പാട്ടുകളെക്കുറിച്ചും പാട്ടുകളുടെ പാടുന്ന ആരെക്കുറിച്ചും അതിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ UAE ഒരുപാട് വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളാണ്. ഈ താരങ്ങളുടെ അവരോട് നമുക്ക് ചോദിച്ചറിയാം. ഇത്രയും വലിയൊരു സ്റ്റേജ്, അതായത് വൺ ഓഫ് എ കൈൻഡ് പ്രോഗ്രാം ആണ്. ഇത്രയും ഹ്യൂജ് ഓർക്കസ്ട്ര, ഇത്രയും സിംഗേഴ്സിനെ വെച്ചിട്ട് ഇത്രയും യുണൈറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യണ ആദ്യത്തെ ഷോ ആണ്. ആൻഡ് ഇറ്റ്സ് ഗോണ ബി റോക്കിംഗ്. ഓ മൈ ഗോഡ്, ഷീ ഈസ് വെരി സീരിയസ്. ഇപ്പോൾ മറ്റന്നാൾ സ്റ്റേജിലേക്ക് ഉള്ള ആ ഒരു ത്രില്ലിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ്. യെസ്, സോറി. തീർച്ചയായിട്ടും ഫെബ്രുവരി 28 40 പീസ് ഓർക്കസ്ട്രയും 30 സിംഗേഴ്സും ഒത്തുചേരുന്നു. എല്ലാവരും വരണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഇത് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഫോർമാറ്റ് ഒന്നുമില്ല. 40 പീസ് ഓർക്കസ്ട്രയിൽ ഞങ്ങളങ്ങോട്ട് പൊളിച്ചടുക്കും. നിങ്ങളെല്ലാവരും വന്നേക്കണം. കണ്ടില്ലേ, ഇതാണ് ഗീതാഞ്ജലിയുടെ ആവേശം. ഈ ആവേശം സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരും വരിക ഗീതാഞ്ജലിയിലേക്ക്.